عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله كفى وسلام على عباده الذين اصطفى وعلى آله وصحبه സ്വീകരിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെ ഇസ്റാ മിഅ്റാജ് നടത്തിയ രാത്രി സ്വർഗം കടന്നതിനു ശേഷം നരകത്തിലേക്ക് പോവുകയാണ്. നരകത്തിൽ തീ കൊണ്ടുള്ള തടിയിൽ ഒരു വിഭാഗത്തെ കാണുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, യാ ജിബ്രീൽ മൻ ഹൗലാ, ഹേ ജിബ്രീലേ, ഇക്കൂട്ടരാരാണ്? ഈ തീ കൊണ്ടുള്ള തടിയിൽ ബന്ധിപ്പിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്നവരാരാണ് യാ ജിബ്രീൽ? അപ്പോൾ മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്, അൽആഖൂന ലിവാലിദൈഹിം, മാതാപിതാക്കൾ ദുനിയാവിൽ വെച്ച് ബുദ്ധിമുട്ടിച്ചവരാണിവർ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനിന്റെ പരലോക വിജയം അത് മാതാപിതാക്കളുടെ കടമ വീട്ടുന്നതിൽ ബന്ധിതമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ, ഇന്ന് എത്ര വൃദ്ധസദനങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ തന്നെയുള്ളത്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? നിന്നെ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച നിന്റെ ഉമ്മയെയും നിന്നെ ഈ ഭൂലോകത്തേക്ക് ഇറക്കാൻ തന്നെ കാരണക്കാരനായ നിന്റെ ഉപ്പയെയും നീ നോക്കാൻ തയ്യാറാവാത്തത് കൊണ്ടല്ലേ സഹോദരാ? പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ജീവിതകാലം അത്രയും എന്റെ മാതാപിതാക്കൾ അനുസരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവരനുസരിക്കാൻ പാടില്ല എന്ന് തന്നെ ഖുർആൻ പറഞ്ഞത് ഒരേ ഒരു വിഷയത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാ സമയവും അവൻ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ മാതാപിതാക്കൾ അനുസരിക്കുക തന്നെ വേണം. എന്റെ ഉമ്മ ഒരു അന്യമത സ്ത്രീയാണെങ്കിൽ പോലും, എന്റെ ഉപ്പ ഒരു അന്യമതക്കാരനാണെങ്കിൽ പോലും അവരനുസരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ വിവക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇൻ ജാഹദാക അലാ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ് ദുനിയാ മഅറൂഫാ. അവരനുസരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിനെ ശിർക്ക് ചെയ്യുന്ന വിഷയത്തിൽ മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് അത് മാതാപിതാക്കളുടെ തൃപ്തിയാണ്. അവരുടെ ജീവിതകാലത്ത് നമുക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിത വിജയത്തിന് അത് തന്നെ ധാരാളമാണ്. അവർ സിയാറത്ത് ശിർക്കാണെന്ന് പറയുന്നവര് കേൾക്കണേ, നാളെ നിന്റെ മാതാപിതാക്കൾ മരിച്ച് കബററിഞ്ഞ് മണ്ണടിയുമ്പോ നീ അവരെ ഒന്ന് സിയാറത്ത് ചെയ്യുമ്പോ നിനക്ക് പണച്ചിറപ്പ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ സഹോദരാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സാറ ഖബറ അബീഹി ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമുഅ, ആരെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയിലും തന്റെ മാതാപിതാക്കളിൽ ഒരാളുടെയോ അല്ലെങ്കിൽ രണ്ടാളുടെയും ഖബർ സിയാറത്ത് നടത്തിയാൽ ഗുഫിറ ലഹു, അല്ലാഹു അവനിക്ക് സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല വകുതിബ ബർറാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തുന്നതാണ്. 10 മാസം ഗർഭം ചുമന്നത് ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലൻ നബിയിൽ ലദീന ഇസ്തഫാ
അതിഥികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലത്ത് ഭക്ഷണങ്ങളും മറ്റു വിഭവങ്ങളും ധാരാളം അമിതമായി ഉപയോഗിക്കുകയും അതിലേറെ അവശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ഞാൻ തിരഞ്ഞെടുത്ത വിഷയം വളരെ മുഖ്യമാണെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നാം ഓരോ സമയവും കഴിക്കുന്ന നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ധാരാളം പരിശ്രമിക്കുന്ന പരിസ്ഥിതികളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കല്യാണങ്ങളിലെ അഭ്യാസങ്ങൾ നമ്മൾ തുടച്ചു നീക്കേണ്ടതുണ്ട്. ഈ സദസ്സ് അതിന് ഉള്ള ഒരു കാരണക്കാരനാവട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാമല ആദമും യാശറും മിൻ ബതനിൻ ബിഅസ്ബി ഇബ്നു ആദമിൻ ഉഖലാത്തി യുഖന്ന സുൽബഹു വഇൻ കാന ലാ മഹായത്തുൻ ഫസുൽസുൽ ലിതഅമിഹി വസുൽസുൽ ലിശറാബിഹി വസുൽസുൽ ലിനഫ്സിഹി. ഒരു മനുഷ്യൻ തന്റെ വയറിനേക്കാൾ കൂടുതൽ മോശമായ ഒരു വസ്തുവിനെ നിറക്കുന്നില്ല. ഒരു ആദം സന്തതിക്ക് തന്റെ വയറിന് വേണ്ടി ഭക്ഷണങ്ങളുടെ കഷ്ണങ്ങൾ മാത്രം കഴിച്ചാൽ മതി. എന്നാൽ അവർക്ക് അധികമായി കഴിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വയറിന്റെ മൂന്നിലൊരു ഭാഗത്ത് ഭക്ഷണം കൊണ്ട് നിറക്കുക, അവരുടെ വയറിന്റെ മൂന്നിലൊരു ഭാഗത്ത് വെള്ളം കൊണ്ട് നിറക്കുക, അവരുടെ വയറിന്റെ മൂന്നിലൊരു ഭാഗത്ത് ശ്വാസത്തിന് വേണ്ടിയും അവശേഷിക്കുകയും ചെയ്യുക. ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൂട്ടുകാരനായ ഒരാൾ വുദൂ ചെയ്യുമ്പോൾ അമിതമായി വെള്ളം ഉപയോഗിക്കുന്നത് കാണുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറയുകയാണ്, ഇത് ഇസ്രാഫാണ്, ഇത് അമിതമായി ഉപയോഗിക്കലാണ്. ആരാധന കർമ്മങ്ങളുടെ പ്രവൃത്തികളിൽ പോലും മിതത്വത്തിന്റെ തത്വം ഒഴിവാകുന്നില്ല എന്ന് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗസാലി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുത്തൻ ദരിദ്രരായ അതിഥികളെ ക്ഷണിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് ആവശ്യത്തിലേറെ ഭക്ഷണങ്ങൾ നൽകുകയാണ്. പക്ഷേ അവർ കഴിച്ചതിന് ശേഷം അതിന്റെ പകുതിയും ബാക്കിയാവുകയാണ്. ആ സമയത്ത് അതിഥികളിലുള്ള ഒരാൾ കരയുകയാണ്. എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ മാതാപിതാക്കളുടെ പാത്രത്തിൽ നിന്ന് കഷ്ണങ്ങൾ കഴിച്ചായിരുന്നു ജീവിച്ചത്. എന്നാൽ ഇന്ന് മനുഷ്യന്മാർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ചവിട്ടിക്കൊട്ടയിലേക്ക് ഇട്ടുവെച്ചെറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രാഫ് എന്നുള്ളത് ഭക്ഷണം അമിതമായി കഴിക്കുക എന്ന് മാത്രമല്ല, അതിനെ പാഴാക്കലും കൂടിയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീമേശയുടെ മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീമേശയുടെ മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹം നിരത്തിരുന്ന് വളരെ വിനയത്തോടെയായിരുന്നു ഭക്ഷണം കഴിച്ചത്. അദ്ദേഹം ഒരു നല്ല റൊട്ടി പോലും നല്ലപോലെ തിന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുകയും നമ്മൾ തീർച്ചയായും വെള്ളത്തെയും ഒരു കാർക്കെയും വളരെ ലോലമായി കാണുന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വളരെ വലിയൊരു അനുഗ്രഹമായിട്ടായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അതിനെ സൂക്ഷിക്കാൻ പറഞ്ഞതും. കവി പാടിയതുപോലെ, കുലൂ വശ്റബൂ ബിലാ ഇസ്റാഫിൻ വകദാക തരീഖുൽ ഹുദാ വൽ ഹനാത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء من عاش صفرا من
الأخلاق والأدب يحيا فقيرا ولو يمشي على الذهب. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആധുനിക കാലഘട്ടത്തിൽ പല പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് മുമ്പിൽ അരങ്ങേറുകയാണ്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്, പ്രതീക്ഷിക്കാതെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഇതിനെല്ലാം കാരണം എന്താണെന്ന് അറിയാൻ നമുക്കെല്ലാവർക്കും ബാധ്യസ്ഥരാണ്. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീന ളഹറുൽ അർദ ഫസാദൻ ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ വലഅല്ലഹും യർജിഊൻ. തീർച്ചയായും നാം ഈ ദുനിയാവിൽ കാണുന്ന സകല നാശത്തിന്റെയും തുടക്കം എന്നുള്ളത് മനുഷ്യന്റെ കൈവപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും പ്രകൃതിയുടെ പാഠങ്ങളും ഉൾക്കൊള്ളാതെ ദൂർത്തിനടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ദുരന്തങ്ങളെയും അയച്ചുവിടുന്നത്. ഈ ദൂർത്തുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പണം ചെലവഴിക്കുക. മറ്റൊന്ന്, ആവശ്യമുള്ള കാര്യങ്ങളിൽ തന്നെ പണം വെറുതെ ചെലവഴിക്കുക. സുഹൃത്തുക്കളെ, ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്മാർ ആഡംബരത്തിലും ദൂർത്തിലും അടിമപ്പെട്ടുകൊണ്ട് പല മനുഷ്യരല്ലാതെ തന്നെ ആയി പോവുകയാണ്. എന്തിനേറെ പറയണം, മനുഷ്യന്റെ സകല ഉയർച്ചയുടെയും തടസ്സമായി ഇന്ന് ദൂർത്ത് മാറുകയാണ്. ഇവിടെയാണ് നാം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത്. പണ്ട് പറങ്കിപ്പടകൾ കേരളത്തിൽ പ്രവേശിച്ച സമയത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തന്റെ തൂഫത്തുൽ മുജാഹിദീനിൽ പറയുന്നുണ്ട്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാർമ്മികതയിൽ അധംപതിച്ച ഒരു സമൂഹത്തിന് നൽകിയ ഒരു പരീക്ഷണമാണ് പോർച്ചുഗീസുകാരുടെ പ്രവേശനം എന്നുള്ളത്. ഇന്ന് നാം നോക്കുകയാണെങ്കിൽ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ സകല പ്രശ്നത്തിന്റെയും തുടക്കം എന്നുള്ളത് ദൂർത്തടിച്ച് ജീവിക്കുന്നതാണ്. ഇതിനേറെ പറയണം, ദൂർത്ത് കാരണം ആത്മഹത്യ വരെ വന്ന് പോകുന്ന കാലമാണിന്ന്. ഈ അവസരത്തിലാണ് നാം മതകീയമായ കാര്യങ്ങളും മതകീയമായ മാനങ്ങളും നാം തിരിഞ്ഞു നോക്കേണ്ടത്. തീർച്ചയായും എന്നും ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്ലാം എന്നും ദൂർത്തിനെ ലംഘിച്ച മതമാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഓ മുഅ്മിനീങ്ങളെ, തീർച്ചയായും നിങ്ങൾ ഈ ഭൂമിയിൽ കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ ഭൂമിയിൽ ദൂർത്തടിക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂർത്തന്മാരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ ആയത്തിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായും നിങ്ങൾ ഈ ഭൂമിയിൽ അഹങ്കാരവും ആഡംബരവും ഇല്ലാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ദാനം ചെയ്യുകയും ചെയ്യുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയിൽ അവന്റെ അനുഗ്രഹങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നവനാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തീർച്ചയായും മിതത്വം പാലിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും ദരിദ്രനാവുകയില്ല. പക്ഷേ മിതത്വം പാലിക്കാതെ ദൂർത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവൻ ദരിദ്രനാകുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്. ദൂർത്ത് എന്നുള്ളത് പിശാചിന്റെ വഴിയാണ്. തീർച്ചയായും പിശാച് ഒരിക്കലും ഒരു മനുഷ്യനെയും ഒരു നന്മയിലേക്ക് നയിക്കുകയില്ല. അതുകൊണ്ട് തന്നെയല്ലേ ഖുർആൻ പിശാചിനെ കുറിച്ച് പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫളാ വല്ലാഹു വാസിഉൻ അലീം. തീർച്ചയായും ശൈത്താൻ എന്നുള്ളത് എല്ലാ സമയത്തും മനുഷ്യനെ ദാരിദ്ര്യത്തെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യർ പല പാവങ്ങൾക്കും പല അക്രമങ്ങൾക്കും ദ്രുതഗതിയിൽ മുട്ടുകുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്തു തരികയും അവർക്ക് അനുഗ്രഹം ചെയ്യുന്നവനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലനും സർവജ്ഞനുമാണ്. തീർച്ചയായും ഈ ആഡംബരവും ദൂർത്തും എന്നുള്ളത് പിശാചിന്റെ വഴിയാണെങ്കിൽ തീർച്ചയായും സൽസ്വഭാവം എന്നുള്ളത് മിതത്വം പാലിക്കുന്നവരെ വഴിയാണ്. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് ഖുർആനിൽ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. തീർച്ചയായും അവർ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല മാർഗത്തിലേ അവർ ചിലവഴിക്കുള്ളൂ. ഇതെല്ലാം ഒരു ഉദാഹരണമാണല്ലോ ഖാറൂൻ ഈ ഭൂമിയിൽ നീച പ്രവർത്തിക്കുകയും പല ദൂർത്തിന് അടിമപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും പല അക്രമങ്ങളും നടത്തുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ കൊട്ടാരത്തെയും ഭൂമിയിലേക്ക് അയച്ചു കളയുകയാണ് ഉണ്ടായത്. പക്ഷേ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്മാർ അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ പല കാര്യങ്ങളും ആവശ്യമില്ലാത്തവർക്ക് നൽകുകയും
ദാനം ചെയ്യാൻ മടിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന വഴിയിൽ ജീവിക്കാനും അത് കാരണം നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.